ക്യാരറ്റ് പുഡിംഗ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട്, അതായത് പുഡിംഗ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. മിക്ക ആൾക്കും അറിയായിരിക്കും, നമ്മൾ പണ്ട് മുതൽക്കേ ഉണ്ടാക്കുന്ന ഒരു ക്യാരറ്റ് പുഡിംഗ് ആണിത്. പക്ഷെ ഇന്നും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള പുഡിങ്ങിനേക്കാളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തീർന്നു കിട്ടും. നല്ല രുചിയായിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഈ ക്യാരറ്റ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ഗ്രാം ചൈന ഗ്രാസ് ഒരു സോസ് പാനിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചൈന ഗ്രാസിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളത്തിൽ ചൈന ഗ്രാസ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടി ഈസി. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റാണ്, ഒരു വലുതും പിന്നെ ഒരു മീഡിയം സൈസിലുള്ളതും. അപ്പോൾ ഇത്രയും ഈ 2 ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് ആദ്യം തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വലുതിൽ വെച്ചിട്ട് ചെയ്യരുത്, ചെറുതായിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ എങ്കിലേ നമുക്ക് പുഡിങ്ങിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുഡിങ്ങിൽ വല്ലാതെ ക്യാരറ്റ് കടിക്കുന്ന പോലെ തോന്നും. 2 ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1/2 കപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 കപ്പ് ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് പുഡിങ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാലെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതും ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാലും ക്യാരറ്റും തിളച്ച് വരുമ്പോഴേക്കും ഈ ചൈന ഗ്രാസും ഒന്ന് മെൽറ്റായി കിട്ടണം. രണ്ടും കൂടെ ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഈസിയാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാലും ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാലും ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, എങ്കിലേ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലിപ്പോൾ ഒട്ടും തരിയൊന്നുമില്ല, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മുടെ ചൂട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ ഇതിലൊട്ടും കട്ട പിടിച്ചിട്ടുണ്ടാവില്ല. ചൈന ഗ്രാസ് അല്ലെങ്കിൽ നമ്മൾ തണുത്ത പാലിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അവിടെ കട്ട പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും കട്ടയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ. പുഡിംഗ് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. എങ്കിലും ഒരു 2 മണിക്കൂർ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ക്ലിംഗ് റാപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത പുഡിംഗ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടൊരു 15-20 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സെറ്റാവാൻ വേണ്ടിയിട്ട്
മിക്കപ്പോഴും 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. നന്നായിട്ട് ഒന്നുകൂടി തണുത്തോട്ടെ വെച്ചിട്ടാണ് ഞാൻ 2 മണിക്കൂർ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.